അപ്പം ആരംഭിക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇത് ഗുരുവായൂരിൻ്റെ ഗുരുവായൂർ പെരുമ എല്ലാ വ്യാഴാഴ്ചകളിലും നടന്നു വരുന്ന ഗുരുവായൂർ പെരുമ അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഗുരുവായൂരുമായി ബന്ധപ്പെട്ട ഐതിഹ്യപരമായി ചരിത്രപരമായുമുള്ള സംഭവങ്ങളുടെ അതാത് സ്ഥലങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ എത്തിയിട്ടിരിക്കുന്നത് കിട്ട അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. ഗുരുവായൂരിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇളനീര് ആറാട്ടിന് ഇളനീര് നൽകുന്ന ആ ഒരു വലിയൊരു ഇതിൽ പങ്കെടുക്കുന്ന അവരുടെ വീട്ടിലാണ്. കിട്ട നാരായണേട്ടനൊക്കെ ആയിട്ട് വളരെ ബന്ധം നമുക്ക് ഉണ്ട്. ഏതായാലും അതിനുള്ള ഭവാനി അമ്മ ഉണ്ട്, ലതാമ്മയുണ്ട്. അപ്പൊ എന്നാൽ നമുക്ക് അതിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. നാരായണേട്ടൻ അതിൻ്റെ കഥകൾ പറയും. അതിന് മുമ്പ് ഗുരുസ്വാമി അതിനെ ആ ഒരു സംഭവം ഒന്ന് വിവരിച്ചിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരപ്പനെ തൊഴാൻ വേണ്ടി നമ്മളൊക്കെ എന്നും അല്ലെങ്കിൽ സൗകര്യം കിട്ടുമ്പോഴേക്കും ഗുരുവായൂർ അമ്പലത്തിൽ പോകാറുണ്ട്. പക്ഷെ ഗുരുവായൂരപ്പൻ ഇങ്ങോട്ട് വന്നിട്ടുള്ള അനുഗ്രഹിച്ചിട്ടുള്ള ഒരു വീട്ടിലാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത്. അതാണ് ഏറ്റവും മുഖ്യം. ഗുരുവായൂരപ്പൻ്റെ ഉത്സവം ആറാട്ട് ദിവസം ഭഗവാനെ ആറാടിക്കാനുള്ള ഇളനീര് എല്ലാ വർഷവും മുടങ്ങാതെ എത്തിക്കുന്ന കുടുംബാംഗങ്ങളാണ് ഇവർ. അദ്ദേഹമാണ് കാരണവർ. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാരണവർ എത്രയോ തലമുറയ്ക്ക് മുമ്പ് കിട്ട എന്ന ഒരു മഹാത്മാവുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഗുരുവായൂരപ്പൻ ഒരു ബ്രാഹ്മണ വേഷത്തിൽ വന്നു. എനിക്ക് ഇളനീര് വേണമെന്ന് നിങ്ങളുടെ ആവശ്യപ്പെടുക. അപ്പോൾ അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. അദ്ദേഹം നോക്കിയപ്പോൾ ഒരു ബ്രാഹ്മണനാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞു, ഗുരുവായൂർ ആറാട്ടുകളിൽ എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ആളെ കണ്ടില്ല. ആ ഒരു പതിവ് അവരിന്നും അവര് താവഴിയാണ്. ഇതിന്റെ അടുത്ത് തന്നെയാണ് താവഴിയാണ്. ആ വീട് ഈ വഴി അപ്പൊ അതാണ് അതിന്റെ കാര്യങ്ങൾ. അതെന്തായിരുന്നു, എങ്ങനെയാണ് അതിന്റെ അനുഭവം, കേട്ട് കഥകളാണ്. അപ്പൊ അതിന്റെ ഇത് കാരണവര് ഇപ്പൊ ആ വീട്ടിലെ കാരണവര് കോഴിക്കോടാണ്. ഗുരുവായൂർ താമസക്കാരിലെ മുതിർന്ന ആളാണ്. നമ്മുടെ പരിപാടികൾക്കൊക്കെ പ്രതിനിധിയായി എത്താണ്.